നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഒരു പുതിയ ദിവസത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ നാളെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കാത്തവരായി ഈ ഭൂമി മലയാളത്തിൽ ആരും തന്നെ കാണില്ല, അല്ലേ? ഓരോ ദിവസങ്ങളിൽ എന്തൊക്കെ ഫലമാണ് ലഭിക്കുക എന്നത് നമ്മൾ വ്യഗ്രതപ്പെട്ട് ചിന്തിക്കുന്ന കാര്യം തന്നെയാണ്. കൃത്യമായ ജ്യോതിഷ ഗണനകളുടെയും പഞ്ചാംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ 2026 ജൂൺ മാസം 28-ാം തീയതി ഞായറാഴ്ചയാണ്. നാളത്തെ നക്ഷത്ര ഫലങ്ങളും ഗ്രഹചലനങ്ങളും എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ജ്യോതിഷ ലോകത്ത് വളരെ വലിയൊരു ഗ്രഹമാറ്റം നടക്കുന്ന ദിവസം തന്നെയാണ് നാളത്തെ പ്രത്യേക ഗ്രഹചലനം നിമിത്തം അത്ഭുതകരമായ ഭാഗ്യങ്ങൾ തേടിയെത്തുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ്, അവർക്ക് ലഭിക്കാൻ പോകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് വ്യക്തമായി മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിലെ ഈ പ്രധാന കാര്യങ്ങൾ ഏവരും കേൾക്കാനായിട്ട് മറക്കാതിരിക്കുക. ആദ്യം തന്നെ നാളത്തെ ദിവസത്തിൻ്റെ അടിസ്ഥാന പഞ്ചാംഗ വിവരങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നാളെ കൊല്ലവർഷം 1201 മിഥുനമാസം 14-ാം തീയതിയാണ്. അപ്പോൾ നാളെ 2026 ജൂൺ 28 ഞായറാഴ്ച. അപ്പോൾ നാളെ നക്ഷത്രം വരുന്നത് സൂര്യോദയ സമയത്ത് വൃശ്ചികക്കൂറിലെ തൃക്കേട്ട നക്ഷത്രമാണ് വരുന്നത്. ഇത് നാളെ ഒരു അർദ്ധരാത്രി കഴിഞ്ഞ്, അതായത് ജൂൺ 29 പുലർച്ചെ 1:01 വരെ നീണ്ടു നിൽക്കുക. അതിനുശേഷം ധനുരാശിയിലെ മൂലം നക്ഷത്രമായിരിക്കും ആരംഭമാകുന്നത്. ഇനി നാളെ ശുക്ലപക്ഷത്തിലെ ചതുർദശി തിഥിയാണ്. ഇത് അർദ്ധരാത്രി കഴിഞ്ഞ് 3:07 വരെ നാളെ ഉണ്ടായിരിക്കും. അതിനുശേഷം വെളുത്തവാവ് അഥവാ പൗർണമി തിഥി ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ നാളത്തെ ദിവസം രാഹുകാലം, അതായത് വൈകുന്നേരം 5:35 മുതൽ 7:17 വരെയാണ്. ഇനി ഗുളികകാലം ഉച്ചയ്ക്ക് ശേഷം 3:54 മുതൽ 5:35 വരെയും, ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് 30 മുതൽ 2:12 വരെ യമകണ്ഠ കാലവുമായിരിക്കും. അപ്പോൾ ഈ സമയങ്ങളിൽ ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നമുക്ക് വളരെയേറെ ഫലം ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി ജ്യോതിഷ ശാസ്ത്രപ്രകാരം നാളത്തെ ദിവസത്തിന് വളരെ വലിയൊരു പ്രത്യേകതയുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നാളെ ഊർജം, അതേപോലെ നമ്മൾ മനുഷ്യരിലേക്ക് ധൈര്യത്തെ നൽകുന്ന പ്രതീകമായ ഗ്രഹം ചൊവ്വയാണ്. അപ്പോൾ ചൊവ്വ ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമണം നടത്തുന്ന ദിവസമാണ്. കൃത്യമായി പറഞ്ഞാൽ ഈ ജൂൺ 28-ാം തീയതിയായ നാളെ. കൂടാതെ ബുധൻ കർക്കിടക രാശിയിൽ വക്രഗതിയിലുള്ള ഒരു നീക്കത്തിന് കൂടി ഒരുക്കങ്ങളൊക്കെ വട്ടം കൂട്ടുന്നുണ്ട്. അപ്പോൾ ചന്ദ്രൻ വൃശ്ചികം രാശിയിൽ നിന്ന് ധനുരാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലുമായി നിലയുറപ്പിച്ചിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിലനിൽപ്പ് തുടരുകയും ചെയ്യുന്നുണ്ട്. ഇത് വലിയ ഗ്രഹമാറ്റങ്ങൾ, പ്രത്യേകിച്ച് ചൊവ്വയുടെ രാശിമാറ്റം ചില നക്ഷത്രക്കാർക്ക് വൻ ധനലാഭം, കാര്യവിജയം, സമ്മാനാദി ലബ്ധി ഒക്കെ നൽകുന്നുണ്ട്. ചിലർക്ക് ചെറിയ ചില തടസ്സങ്ങൾ, അത് എല്ലായ്പ്പോഴും അങ്ങനെയാണ്. ചില ദിവസങ്ങളിൽ ഗ്രഹമാറ്റം അനുകൂലമാകുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് അല്പം പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരും. അപ്പോൾ നമുക്ക് ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ഓരോന്നായി പരിചയപ്പെടാം. ഇതിൽ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് നാളെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഊർജം ലഭിക്കുന്നത് മിഥുനം രാശിക്കാർക്കായിരിക്കും. കാരണം ചൊവ്വ നിങ്ങളുടെ രാശിയിലേക്ക് തന്നെ പ്രവേശിക്കുന്നുണ്ട്. അതുകൊണ്ട് മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് കാര്യവിജയത്തിൻ്റെ ദിവസമായിരിക്കും നാളെ. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുവാനൊക്കെ സാധിക്കും. പരീക്ഷ റിസൾട്ടൊക്കെ കാത്തിരിക്കുന്നവരാണെങ്കിൽ, എന്തെങ്കിലും പരീക്ഷ എഴുതാൻ പോകാനിരിക്കുന്നവരാണെങ്കിലും അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകും. നാളത്തെ ദിവസം, തിങ്കളാഴ്ചയാണ് പരീക്ഷ വരുന്നതെങ്കിലും നാളത്തെ ദിവസം തന്നെ ചില യാത്രകൾ, ദൂരെയാണ് പരീക്ഷാ സെൻറ്റർ വരുന്നെങ്കിൽ പോലും നാളത്തെ ദിവസം യാത്രകൾ കുറിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലം, കാരണം നാളെ അനുകൂലമായതിനാൽ തന്നെ നാളെ മുതൽ തുടങ്ങുന്ന കാര്യങ്ങൾക്കും ഒരു ആനുകൂല്യം ഉണ്ടാകുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും പുതിയ ചില ആശയങ്ങൾ മനസ്സിലുണ്ട്. ആശയങ്ങൾ മനസ്സിലിരുന്നാൽ മാത്രം പോരാ, നടപ്പിലായി കിട്ടണം. അതിന് നാളത്തെ ദിവസം വഴിയൊരുങ്ങും. വലിയ ലാഭമുണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. നിങ്ങൾക്ക് വളരെയധികം ലാഭകരമായ ഗ്രഹങ്ങളുടെ സഹായം കൂടി ഉണ്ടാകുന്നുണ്ട്. അടുത്തത് ഉത്രം, അത്തം, ചിത്തിര കന്യരാശിക്കാരാണ്. നിങ്ങൾക്കും അപ്രതീക്ഷിതമായ ധനലാഭം വന്നു ചേരുന്ന ഒരു ദിവസമാണ് നാളെ. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് മേലധികാരിയിൽ നിന്നും വലിയ രീതിയിലുള്ള ചില അംഗീകാരങ്ങളോ, നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട മേലധികാരികൾ നിങ്ങളുടെ ഗൃഹത്തിലേക്കൊരു സന്ദർശനവുമായി വാർത്തയുമായി വരാനുള്ള ഒരു ഭാഗ്യവും ഒക്കെ കാണുന്നുണ്ട്. സമൂഹത്തിലും നിങ്ങളുടെ അന്തസ്സ് വർദ്ധിക്കുന്ന, വളരെയധികം ഭാഗ്യം ലഭിക്കുന്ന ഒരു സുദിനം തന്നെയായിരിക്കും നാളെ ഉള്ളത്.
അടുത്തത് വിശാഖം, അനിഴം, തൃക്കേട്ട വൃശ്ചികം രാശിക്കാർക്കും നാളെ മികച്ച അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ചന്ദ്രൻ നിങ്ങളുടെ വൃശ്ചികം രാശിയിലൂടെ തന്നെ സഞ്ചരിക്കുന്നുണ്ട്. അത് ഒരു പ്ലസ് പോയിന്റ് കൂടിയാണ്. അപ്പോൾ ഈ അവസാന മണിക്കൂറുകൾ ആയതിനാൽ തന്നെ ശരീരത്തിനെ അലട്ടിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വരെ വലിയൊരു ശമനം ഉണ്ടാകുന്ന ദിവസം കൂടിയാണ്. ഒരുപാട് നാളായി മനസ്സിൽ ആഗ്രഹിച്ച നല്ല ഭക്ഷണം കഴിക്കുക എന്ന, അല്ലെങ്കിൽ നല്ല സൽക്കാരങ്ങളിൽ പങ്കെടുക്കുക എന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് അതിഥികളെ വിളിച്ച് സൽക്കരിക്കുക എന്ന ചില ആഗ്രഹങ്ങളൊക്കെ ഉള്ളത് നാളത്തെ ദിവസം സാധ്യമാകുന്നതാണ്. ചില യാത്രകളൊക്കെ നാളെ നടത്താൻ ഭാഗ്യം കാണുന്നുണ്ട്. അതുവഴിയും ഗുണകരമായ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മളൊരു ഭയപ്പെടുത്തുന്ന കാര്യമൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു പ്രവചനം മാത്രമല്ല, അതിലുപരി ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത്. അപ്പോൾ പ്രതിസന്ധികൾ വരാതെ തന്നെ മുൻകൂട്ടി നമുക്കതിനെ തരണം ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രതിരോധിക്കാൻ. പ്രതിസന്ധികൾ വരും, പക്ഷേ അതിനെ നമ്മൾ മുൻപേ അറിഞ്ഞിരുന്നാൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിനൊരു വഴി കൂടിയാണ് ജ്യോതിഷം നൽകുന്നത്. അപ്പോൾ ശുഭഫലങ്ങൾ ഉണ്ടെങ്കിൽ ചില നക്ഷത്രക്കാർക്ക് അശുഭഫലങ്ങളിലൂടെയും കടന്നു പോകാം. നല്ലതുണ്ടെങ്കിൽ തിന്മയുണ്ട്, അല്ലെങ്കിൽ നല്ല കാര്യമുണ്ടെങ്കിൽ അതിനൊരു ചീത്ത കാര്യവും കൂടി സംഭവിക്കുമെന്നത് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. അപ്പോൾ ചില നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം അല്പം പ്രതികൂലമായ സാഹചര്യങ്ങളെയൊക്കെ തരണം ചെയ്യേണ്ടതായി വരും. അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ ചിത്തിര, ചോതി, വിശാഖം തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. നാളെ ചൊവ്വ 9ാം ഭാവത്തിലേക്ക് മാറുന്ന സമയമായതിനാൽ വാക്കുകൾ കൊണ്ട് ചെറിയ രീതിയിലുള്ളൊരു വാക്ക് നമ്മൾ തുടങ്ങിയിട്ട് കൊടുത്താൽ അത് തർക്കങ്ങളിലേക്ക് എത്താൻ ഒരു സാധ്യത നാളത്തെ ദിവസം കാണുന്നുണ്ട്. അപ്പോൾ നാളെ ഞായറാഴ്ചയാണ്, സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഒന്ന് ഒത്തുകൂടുന്ന ഒരു ദിവസമാണെങ്കിൽ പോലും നമ്മളുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു വാക്കുകൾ ഇട്ട് കൊടുക്കുന്നത് വഴി വലിയൊരു തീപ്പൊരിയായി മാറാനുള്ള അവസ്ഥ അല്ലെങ്കിൽ അവസരം ഉണ്ടാക്കാതിരിക്കുക. അത് ചിലപ്പോൾ വലിയ വഴക്കുകളിലേക്കൊക്കെ നീങ്ങിയേക്കാം, വലിയ ശത്രുതയിലേക്കൊക്കെ മാറിയേക്കാം. അത് സാധ്യതയുണ്ട്. അതിനാൽ തന്നെ നാളെ സംസാരിക്കേണ്ടതല്ല, പരമാവധി സൂക്ഷിച്ച് സംസാരിക്കുക. ചർച്ചകളിൽ നിന്ന് തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കാനായിട്ടും നാളെ ശ്രമിക്കുന്നത് ഉത്തമമായിരിക്കും. ഇനി മൂലം, പൂരാടം, ഉത്രാടം ധനുരാശിക്കാർക്ക് അർദ്ധരാത്രിയോടുകൂടി നാളെ ചന്ദ്രൻ നിങ്ങളുടെ രാശിയിലേക്ക് പ്രവേശിക്കുന്നതിനാൽ ചൊവ്വ 7ാം ഭാവത്തിൽ എത്തുന്നതിനാലും അനാവശ്യ ചിലവുകൾ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ധനനഷ്ടം വരാതിരിക്കാനായിട്ട് പണമിടപാടുകൾ നടത്തുമ്പോൾ, അതായത് ക്രയവിക്രയങ്ങളൊക്കെ നടത്തുമ്പോൾ ഒന്നിലധികം തവണ, അത് രണ്ടെന്നും പറയുന്നില്ല, അതിൽ അധികം തവണ ശ്രദ്ധിച്ച് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുക. അനാവശ്യമായ യാത്രയാണ് എന്നുണ്ടെങ്കിൽ കഴിവതും നാളത്തെ ദിവസം ദൂരയാത്രകൾ ഒഴിവാക്കി വിശ്രമത്തിനായി തിരഞ്ഞെടുക്കുന്നത് നാളെ നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. അതേപോലെ കർക്കിടകം, ചിങ്ങം തുടങ്ങിയ രാശിക്കാർക്ക് ബുധൻ നിങ്ങളുടെ രാശിയിൽ വക്രഗതിയിലായി സഞ്ചാരത്തിന് ഒരുങ്ങുന്നതിനാൽ തന്നെ നാളെ ഉദരസംബന്ധവുമായ അസുഖങ്ങളൊക്കെ വരാനൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഭക്ഷണ കാര്യങ്ങളിൽ കൃത്യത പാലിക്കുക. ഞായറാഴ്ചയാണ്, പുറത്തൊക്കെ പോകണമെന്ന് വിചാരിക്കും. അപ്പോൾ പുറത്ത് ബീച്ചിലൊക്കെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ വൃത്തിയില്ല എന്നല്ല പറയുന്നത്, നമ്മളുടെ ഹെൽത്തിന് അനുയോജ്യമല്ലാത്തതായ ഫുഡുകളോ അല്ലെങ്കിൽ അലർജി ഉണ്ടാക്കുമെന്ന് അറിഞ്ഞിട്ടും ചിലത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് ചിന്തിക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകാതിരിക്കുക. നാളെ മൊത്തത്തിൽ ഒരു മന്ദത ഉണ്ടാകുന്ന സമയം, അതായത് ഏത് കാര്യം ചെയ്താലും അല്പം ഒരു ഡിലേ ആവുന്ന, ഒരു താമസം, ഒന്ന് ലേറ്റ് ആവുന്ന സ്വഭാവം വരാനുള്ള സാധ്യതയുണ്ട്. അത് ടെൻഷനാകേണ്ട. നാളത്തെ ഒരു ദിവസം അല്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് ഭാവിയിൽ വരാനുള്ള നിരാശ കുറയ്ക്കുന്നതിന് സഹായിക്കും. ഗ്രഹങ്ങളുടെ ഈ മാറ്റങ്ങൾ നമ്മളുടെ ജീവിതത്തെ ബാധിക്കാതിരിക്കാനായി നമുക്ക് നാളത്തെ ദിവസം എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഈശ്വരീയ കാര്യങ്ങൾ നാളത്തെ ദിവസം ചെയ്യുക, അറിഞ്ഞിരിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. നാളെ ഞായറാഴ്ച ആയതിനാലും ചതുർദശി തിഥി ആയതിനാലും ഭഗവാൻ സൂര്യനെയും ഭഗവാൻ ശിവനെയും ആരാധിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അതുകൊണ്ട് തന്നെ രാവിലെ ഉണർന്ന് സൂര്യഭഗവാന് അർഘ്യം അർപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസവും ഊർജ്ജവും പോസിറ്റീവ് ഊർജ്ജവും ഒക്കെ വരുന്നതിന് സഹായിക്കുകയും ദോഷഫലങ്ങൾ അനുഭവപ്പെടുന്ന ആ ഒരു അവസ്ഥ മാറി ഭാഗ്യം ഉണ്ടാകുന്നതിന് ഒരുപാട് സഹായകമാവുകയും ചെയ്യും. അതേപോലെ തന്നെ നാളെ വൈകുന്നേരം 5 മണി മുതൽ 5 മണി കഴിഞ്ഞ് 35 മിനിറ്റിനകം, അതേപോലെ 7 മണി കഴിഞ്ഞ് 17 മിനിറ്റിനകമുള്ള സമയം പുതിയ ജോലികളോ പ്രധാനപ്പെട്ട കരാറുകളോ ഒന്നും ഒപ്പുവയ്ക്കാതിരിക്കുക. അതേപോലെ ശിവക്ഷേത്ര ദർശനം നടത്തി നിങ്ങളുടെ പേരും നക്ഷത്രവും പറഞ്ഞ് ഒരു ജലധാരയോ പിൻവിളക്കോ ഒക്കെ വഴിപാടായി കഴിപ്പിക്കുന്നതും എല്ലാവിധ തടസ്സങ്ങളെയും നീക്കി നാളത്തെ ദിവസം പൂർണ്ണ ഫലം ശുഭകരമായി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് ഒരുപാട് സഹായകമാകും. വീണ്ടും പറയുകയാണ്, ഓർക്കുക, ഗ്രഹങ്ങളുടെ ചലനം നമുക്ക് വഴിവിളക്കുകൾ മാത്രമാണ് നൽകുന്നത്. നമ്മുടെ കഠിനാധ്വാനം, അതേപോലെ നമ്മുടെ പോസിറ്റീവായ ചിന്താഗതി, ഇതൊക്കെയാണ് നമ്മുടെ ജീവിത വിജയം എങ്ങനെയാകണം എന്ന് നിശ്ചയിക്കുന്നത്. ഗ്രഹങ്ങൾ വഴികാട്ടുകയുള്ളൂ. അതിലൂടെ നടക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നത് നമ്മൾ മനുഷ്യർ മാത്രമാണ്. അപ്പോൾ നാളത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ശുഭകരമായ ഒരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റൊരു അധ്യായവും മറ്റൊരു അറിവുമായി നിങ്ങളിലേക്ക് എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.